ഞാനും വൈഫും കണ്ണ് കാണാത്ത ആൾക്കാരാണേ. എന്തെങ്കിലും പണിയെടുത്ത് മക്കളെ നോക്കാൻ രണ്ടാൾക്കും കണ്ണ് കാണില്ല. ഞങ്ങൾ ജനിക്കുമ്പോ തന്നെ രണ്ടുപേരും കാഴ്ചയില്ലാത്ത ആളുകളാണ്. പിന്നെ 10-30 വർഷം അധ്യാപകനായിട്ട് ജീവിച്ചിട്ട് യാചിക്കാനൊന്നും മനസ്സില്ലാത്ത ഒരാളാണ്. രണ്ട് ചെറിയ പെൺകുട്ടികളുടെ 7-9 പഠിക്കുന്നത്. ഞാനൊരു അൺഎയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോ ഒരു 10-30 വർഷം വർക്ക് ചെയ്തു. അപ്പൊ ഈ സ്കൂളിപ്പോ കൊറോണയ്ക്ക് ശേഷം ആക്റ്റീവ് അല്ലാതെയായി. പിന്നെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കണ്ടേ. അപ്പൊ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്തെങ്കിലും തുടങ്ങി വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. ഇവിടെയായി ഇരിക്കുമ്പോ ഒരു 10-50 ടിക്കറ്റ് ഒക്കെ വിറ്റ് പോകും. ഇപ്പോ പഞ്ചായത്തിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ പാസ്സായിട്ട് അതിലൊരു ചെറിയ വീട് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ആവില്ല 4 ലക്ഷം കണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ആ പഴയ വീട് പൊളിച്ച് കളയാൻ തന്നെ 56,000 റുപ്യ ഞങ്ങൾക്ക് ചെലവായി. അതിന്റെ ഒരു തറപ്പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എങ്ങനെ ഇരിക്കണു. നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ജീവിക്കാൻ വേണ്ടി പോരാടുന്ന കാഴ്ചയില്ലാത്ത 2 പേരാണ്. തിരുമാന്താംകുന്ന് ക്ഷേത്ര നടയിലെ ലോട്ടറി ടിക്കറ്റ് വിൽക്കലാണ് ഇവരുടെ ഉപജീവന മാർഗം. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ആവശ്യമുള്ള ആൾക്കാർക്ക് എത്തിക്കുക.